ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല, നമ്മുടെ ഓലയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ്. കാരണം റീസെൻ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ഷോർട്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസിനെല്ലാം റിപ്ലൈ ചെയ്യണമെന്നുള്ളത് എനിക്ക് റെസ്പോൺസിബിളായി തോന്നിയത് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയാണ്. ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വണ്ടി ഫസ്റ്റ് സർവീസ് നമ്മുടെ കഴിഞ്ഞു. ഒരു 6200 കിലോമീറ്റർ സംതിങ് ആയി. നമ്മൾ 5000-ലാണ് സർവീസ് ചെയ്തത്. അപ്പോൾ സർവീസ് കഴിഞ്ഞത് നമ്മൾ എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവീസ് കഴിഞ്ഞതിന് ശേഷം വല്ല കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കി. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു വാഹനം എടുത്തതിന് ശേഷം അതിൻ്റെ സർവീസ് ആവട്ടെ, അതിൻ്റെ ക്വാളിറ്റിയിലാവട്ടെ, അല്ലെങ്കിൽ ആ റൈഡിങ് കംഫർട്ടിലാവട്ടെ, എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എന്നെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് റീസെൻ്റ് ആയിട്ട് ഓലയെക്കുറിച്ച് ഒരുപാട് ന്യൂസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് കമ്പനി നിർത്തിപ്പോകാൻ ചാൻസ് ഉണ്ടോ, അതുപോലെ തന്നെ സർവീസ് എല്ലാം ഇപ്പോൾ വളരെയധികം വീണ്ടും മോശമായി വരുന്നു എന്നുള്ളതാണ്. കുറച്ച് മുമ്പ് ആ ഒരു സർവീസ് എല്ലാം പ്രോപ്പർ ആയതായിരുന്നു. അപ്പോൾ എന്താണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് പറയാം. കാരണം ഓരോ സർവീസ് സെൻറ്ററും ഓരോ രീതിയിലാണ് ഒരു എന്താ പറയുക ഒരു സർവീസ് സത്യം പറഞ്ഞ് നൽകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാനായിട്ട് സാധിച്ചത്. ഞാനിവിടെ സർവീസ് ചെയ്യുന്നത് പാലക്കാടാണ്. പാലക്കാട് ഞാൻ സർവീസ് ചെയ്യാൻ 5000 കിലോമീറ്റർ ആയപ്പോൾ ഞാൻ അവരെ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് പറഞ്ഞു ഇങ്ങനെ 5000 കിലോമീറ്റർ ആയി. കാരണം ആപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർവീസ് ആയെന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു, വണ്ടി കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. വണ്ടി കൊണ്ട് കൊടുത്തു. ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് വണ്ടി സർവീസ് ചെയ്ത് കിട്ടി. പ്രോപ്പറായിട്ട് സർവീസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സർവീസ് അവിടെ കോളെല്ലാം ചെയ്ത് നമ്മൾ നേരിട്ട് പോകുന്ന സമയത്ത് ആരും തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല. നമ്മൾ ഓരോ ആൾക്കാരെ കണ്ട് ഇങ്ങനെ സർവീസ് ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞു പോകും. അപ്പോൾ അവർ പറയും മറ്റൊരാളുടെ അടുത്തേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരിലേക്ക് പോകും. അങ്ങനെ ഒരു ഡിലേ അവിടെ ഉണ്ടാക്കും. കാരണം അവർക്ക് ഒരു തരത്തിലും ഒരു സർവീസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു. കാരണം ഒരുപാട് വാഹനങ്ങൾ അവിടെ സർവീസിന് ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ കോഴിക്കോടും അങ്ങനെ കുറേ തിരുവനന്തപുരം അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട സമയത്ത് ഒരുപാട് പെൻഡിങ് ആയിട്ട് കിടക്കുന്നു. ഇവിടെ അങ്ങനെ ഒരു പെൻഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പറായിട്ട് അവർ സർവീസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് ഒരു എന്താ പറയുക, ആ ഒരു ബേർഡൻ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. പക്ഷേ സർവീസിൽ അവർ എടുത്തതിന് ശേഷം പ്രോപ്പറായിട്ട് നമുക്ക് സർവീസും കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ സർവീസ് കോസ്റ്റ് വൈസ് നോക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെയാണ്. പാർട്സിൻ്റെ റേറ്റ്സും വളരെ കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പാർട്സോ കാര്യങ്ങളോ ഡാമേജ് വരാമെന്നുണ്ടെങ്കിൽ ഓലയുടെ എല്ലാ പാർട്സിനും നല്ല രീതിയിൽ കോസ്റ്റ്ലിയാണ്. അതുമാത്രമല്ല, നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ പോലും അത് മാറി കിട്ടാനും ഭയങ്കരമായിട്ട് വൈകും. കാരണം പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ പാർട്സ് നമുക്ക് ഓർഡർ ചെയ്ത് വരാനുള്ളൊരു താമസം നമുക്ക് തീർച്ചയായിട്ടും എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ സർവീസ് സെൻറ്റർ പലതും പല രീതിയിലായിരിക്കും അവർ സർവീസ് ചെയ്യുന്നത്. ചിലപ്പോൾ വളരെയധികം മോശമായിരിക്കും, ചിലവിടെ വലിയ കുഴപ്പമുണ്ടാവില്ല, ചിലവിടെ വളരെ നല്ല സർവീസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓല വാഹനം എടുക്കുന്ന സമയത്ത് ആദ്യം ആ സർവീസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് ജസ്റ്റ് ഒന്നൊരു അഭിപ്രായം ചോദിക്കുക. ഇതിന് ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനം എടുക്കുക. അപ്പോൾ എൻ്റെ ഇവിടെ കറക്റ്റായി നടക്കുന്നതെന്ന് വെച്ച് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരുടെ സർവീസ് സെൻറ്ററും പ്രോപ്പർ ആവണം എന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാന്നുണ്ടെങ്കിൽ, വാഹനത്തെ സംബന്ധിച്ചോളം ഞാൻ വാങ്ങിച്ച സമയത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പെർഫോമൻസും കാര്യങ്ങളെല്ലാം. യാതൊരു തരത്തിലുള്ള പ്രോബ്ലമോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈ ഇടയായിട്ട് MOVOS അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. MOVOS 5 എന്ന് പറയുന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ അപ്ഡേറ്റിൻ്റെ സമയത്ത് ഒരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതാണ്. നമ്മൾ ആപ്പ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവുന്നതാണ്. പക്ഷേ ആ ഒരു സമയത്ത് ക്യാൻ എറേഴ്സ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമ്മുടെ ഡിസ്പ്ലേയിൽ എപ്പോഴും കാണുമായിരുന്നു. പക്ഷേ വാഹനം ഓടുന്നതിനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ക്യാൻ എറേഴ്സ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റീസെറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ക്യാൻ എറേഴ്സ് എന്നുള്ളത് പോകുന്നത്. അങ്ങനെ ഒരാഴ്ച അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സർവീസ് ചെയ്ത ആൾ, അതായത് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ശേഷമായിരുന്നു. അപ്പോൾ സർവീസ് ചെയ്ത ആളോട് ഞാൻ വിളിച്ച് സംസാരിച്ച സമയത്ത് ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്ത് ഓടിക്കുക. കാരണം ഇപ്പോൾ അപ്ഡേറ്റ് വന്നതിന് ശേഷം കുറേ ബഗ്ഗാണത്, ഒരാഴ്ച കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരാഴ്ചയും ഞാനിങ്ങനെ രാവിലെ എണീക്കുന്ന സമയത്ത് റീസെറ്റ് ചെയ്യും. പിന്നെ അത് കുറേ നേരത്തേക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരം വണ്ടി നിർത്തിയിടുന്ന സമയത്ത് വീണ്ടും ക്യാൻ എറേഴ്സ് എന്നുള്ളത് വരും. അത് നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പോയി. അതിൻ്റെ ഇടയിൽ നമുക്ക് അപ്ഡേറ്റ് ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞൊരു മെസ്സേജിൽ നമ്മുടെ ഡിസ്പ്ലേ കാണിച്ചു. എന്നതിന് ശേഷം അപ്ഡേറ്റ് ആയി. യാതൊരു തരത്തിലുള്ള പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം യാതൊരു തരത്തിലുള്ള പ്രോബ്ലം കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ സർവീസ് കോസ്റ്റ് നോക്കാന്നുണ്ടെങ്കിൽ ഏകദേശം 750 സംതിങ് ആണ് വന്നത്. അതിനവർ എന്തെല്ലാം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെയിൻ ലൂബ് ചെയ്തു, ചെയിൻ ക്ലീൻ ചെയ്ത് അത് ലൂബ് ചെയ്തു. പിന്നെ ഈ പറയുന്ന എല്ലാ പാർട്സിലും നമുക്ക് എന്താ പറയുക, ഗ്രീസും അല്ലെങ്കിൽ ഓയിലും കാര്യങ്ങളെല്ലാം അവർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ബോൾട്ടും, അതായത് നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള ടയേഴ്സിൻ്റെ ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം അവരെല്ലാം പ്രോപ്പറായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, വണ്ടി കുറച്ചുകൂടെ സ്മൂത്ത് ആവുന്നതും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സർവീസ് ചെയ്തതായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സർവീസ് ചെയ്ത് തന്നിട്ടുള്ളൊരു പുള്ളി വളരെയധികം നീറ്റായിട്ട് നമ്മുടെ അടുത്ത് വന്ന് കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സർവീസ് കഴിഞ്ഞതിന് ശേഷം.
അങ്ങനെ ആ പുള്ളിയെ തന്നെയാണ് ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോഴും കോളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആൾ കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നവും എനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്കെ, പിന്നെ റേഞ്ചിൻ്റെ കാര്യം, ഞാൻ ഷോർട്സിലെല്ലാം റേഞ്ചെല്ലാം ടെസ്റ്റ് ചെയ്ത സമയത്ത് നല്ലൊരു റേഞ്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു ആഡ് ഓൺ ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡബിൾസിലാണ് പോകുന്നത് അല്ലെങ്കിൽ 2 പേരായിട്ടാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റേഞ്ചിനെ നല്ല രീതിക്ക് അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ആ റേഞ്ചിനെ കൂടുതൽ ലോങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന വെയിറ്റ് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും റേഞ്ചിന് നല്ല രീതിക്ക് ബാധിക്കും. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പറായിട്ട് നിങ്ങൾ സിംഗിളായിട്ട് പോകുമ്പോൾ ഒരു റേഞ്ച് മനസ്സിൽ കൂട്ടി ഒരു 2 പേരായിട്ട് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് റേഞ്ചിൽ നല്ല രീതിക്ക് അതൊരു ബാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിലൊരു പോരായ്മ എന്ന് പറയാനായിട്ട് മെയിനായിട്ട് ഈ പാനൽസിലെ ഇടയിൽ വരുന്ന ഗ്യാപ്പുകളാണ്. അത് എല്ലാ വാഹനത്തിനും ഓൾറെഡി ഉണ്ട്. നിങ്ങൾ എല്ലാ റിവ്യൂവിൽ നോക്കിയാലും അതെല്ലാം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു പ്രശ്നമാവുമോ എന്നുള്ളത് എനിക്ക് സത്യമായി അറിയില്ല. അതൊരു മഴയത്തൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഇത് ഏറ്റവും കൂടുതൽ മഴയത്താണ് ഈ വാഹനം ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ എനിക്ക് അങ്ങനെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ചെയിൻ ലൂബ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 800-700 കിലോമീറ്റേഴ്സിൽ ചെയിൻ ലൂബ് ചെയ്യണം. ആ ലൂബ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം തലവേദനയുള്ളൊരു പ്രോസസ്സാണ്. കാരണം ഇതെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്ത് ചെയിൻ ലൂബ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ 700-800 കിലോമീറ്റേഴ്സ് ഒക്കെ വളരെ വേഗം ആവുകയും ചെയ്യും. ഓക്കെ, ഞാനൊരു 3 months കൊണ്ടാണ് ഈ പറയുന്ന 6,000 കിലോമീറ്റർ കാലം ഓടിച്ചിട്ടുള്ളത്. ഇതിനേക്കാളും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഒരു പ്രോസസ്സ് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്താ ചെയ്യുക, അത് വേറെ വഴിയില്ല. കാരണം ചെയിനിൻ്റെ ഒരു ലൈഫിന് തീർച്ചയായിട്ടും ചെയിൻ ലൂബ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സ്വയമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക. ഒരു വീഡിയോ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാതിരിക്കുക. നിങ്ങളുടെ അടുത്തുള്ള സർവീസ് ചെയ്യുന്ന ഓലയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവിടെ സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ചോദിച്ച് മാത്രം നിങ്ങളൊരു വാഹനം സെലക്ട് ചെയ്യുക. അതിപ്പോൾ ഇലക്ട്രിക് വാഹനം എന്നല്ല, ഏതൊരു വാഹനം ചൂസ് ചെയ്യുമ്പോഴും അത് കൃത്യമായിട്ട് അത് നോക്കുക. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു നല്ലൊരു ചാർജിങ് നെറ്റ്വർക്കും അതുപോലെ തന്നെ നല്ലൊരു സർവീസും എല്ലാമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത്തർ ചൂസ് ചെയ്യുക. കുറച്ച് റേറ്റിൽ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട്. ചെറിയൊരു കുറച്ച് വില കൂടുതലാണെന്നുണ്ടെങ്കിലും അതിനുള്ള ക്വാളിറ്റി ആ വാഹനത്തിൽ ഞാൻ യൂസ് ചെയ്ത ആൾക്കാരോടുള്ള അഭിപ്രായത്തിലെല്ലാം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓലയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഓല ഡയറക്റ്റ് ആയിട്ടാണ് അവരുടെ ഔട്ട്ലെറ്റ്സിലെല്ലാം വാഹനങ്ങൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള ഡീലേഴ്സിനും ഇവർ എന്ത് ചെയ്യുന്നില്ല, ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഏത്തറിലാണെന്നുണ്ടെങ്കിൽ പല ഡീലേഴ്സ് കേരളത്തിലുണ്ട്. അപ്പോൾ അവർ ആ ഡീലേഴ്സ് എന്ത് ചെയ്യണം, ആ ഡീലർഷിപ്പ് കുറച്ചുകൂടെ അവരുടെ കസ്റ്റമേഴ്സിന് കുറച്ച് കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടാനായിട്ട് നല്ല രീതിക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓല എന്ന് പറയുന്ന സമയത്ത് ഡയറക്റ്റ് ഔട്ട്ലെറ്റ് ആയതുകൊണ്ട് അവിടെയുള്ള സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പോലും വാഹനത്തിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഐഡിയ ഇല്ല. സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ വാഹനത്തെക്കുറിച്ച് വാങ്ങുമ്പോൾ മുമ്പ് മനസ്സിലാക്കിയത് മുഴുവൻ ഇൻ്റർനെറ്റിലും റിവ്യൂസും അതുപോലെ തന്നെ കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരോടും ചോദിച്ചിട്ട് തന്നെയാണ്. അവിടെയുള്ള ആൾക്കാർക്ക് ഇത് ഏത് മോഡലിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് പോലും അവർ സത്യം പറഞ്ഞാൽ അവർക്ക് ആകെ അറിയുന്നത് അതിൻ്റെ പ്രൈസും കാര്യങ്ങളെക്കുറിച്ചാണ്. അത് അവർക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ വാങ്ങുന്ന സാധനത്തെക്കുറിച്ച് നമ്മൾ തന്നെയാണ് കൂടുതൽ ബോധവാനാവേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇനി കമൻസിൽ മാത്രമായിരിക്കും റിപ്ലൈ ചെയ്യുക. ഇല്ല, ഈ ഒരു വാഹനത്തിനെ കുറിച്ച് ഇനി ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, പിന്നെ ഒരുപാട് റിവ്യൂസ് വീഡിയോ ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നോക്കി വാഹനത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.